ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നോമ്പുതുറ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ദോശ ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ ചട്ടിനി ഉണ്ടാക്കുന്നുണ്ട്, എന്നുവെച്ചാൽ ചമ്മന്തി, തേങ്ങ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ജാസി ആഷി ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അവരെ വീഡിയോയിൽ കണ്ടതാണ്, നോമ്പുതുറ വീഡിയോയിൽ എങ്ങാണ്ടോ കണ്ടതാണ്. ഞാൻ മുഹബത്ത് കാ സർബത്ത് എന്നും പറഞ്ഞിട്ട് ആപ്പിൾ വെച്ചിട്ടൊരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നോമ്പുതുറ സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയതാണെന്നും പറഞ്ഞിട്ട് അവർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതൊന്ന് ട്രൈ ചെയ്യാം, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അതും കൂടെ ഞാനിതിലുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ദോശയ്ക്ക് ഇങ്ങനെ ചുട്ടെടുക്കുക കേട്ടോ. ഞാൻ ചട്ടു കണ്ടെങ്കിൽ ഇങ്ങനെ കത്തി വെച്ചിട്ടാണ് എടുക്കുന്നത്, എനിക്ക് അതാണ് ഒരു തൃപ്തി. അപ്പോൾ ദേ നമ്മുടെ ഡ്രിങ്കിന് വേണ്ടിയിട്ട് കസ്കസ് വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ ഒരു ആപ്പിൾ വേണം. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് നമ്മുടെ മിൽക്ക് മെയ്ഡ്, അതും കൂടെ വേണം കേട്ടോ. ഇത്രയുള്ള ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ തൊലി കളഞ്ഞിട്ട് ആപ്പിൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടോ കുനുകുന അരിഞ്ഞിട്ടോ ക്രഷ് ചെയ്തിട്ടോ ഒക്കെ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പിന്നെ നല്ല തണുത്ത പാൽ കേട്ടോ, കട്ടിയില്ലാത്ത തണുത്ത പാൽ വേണേ. പിന്നെ അതിലേക്ക് നമ്മൾ കസ്കസ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ട് നമുക്ക് മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യാം കേട്ടോ. എത്രേ ഉള്ളൂ. വേണ്ടവർക്ക് ഇനി ഐസ് ക്യൂബും കൂടി ഇടാം കേട്ടോ തണുപ്പിന്. അപ്പോൾ ഞാൻ തണുപ്പിന് ഐസ് ക്യൂബ് ഇട്ടിട്ടില്ല, അത്രയും തണുപ്പ് മതി. പിന്നെ അതേ ഈത്തപ്പഴം ഉണ്ട്, സാധാരണ പോലെ വെള്ളം, നാരങ്ങ വെള്ളം, പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ട്, പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നോമ്പ് തുറക്കാൻ. എണ്ണക്കടികളില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ മോൾക്ക് നോമ്പുണ്ടായിരുന്നു. അവൾ ഈ വർഷം ആദ്യമായിട്ടാണ് നോമ്പെടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എങ്ങാനോ ഒരു നോമ്പോ അതോ അര നോമ്പെങ്ങാണ്ടോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കൂടെ അവൾ കുറേ ദിവസമായിട്ട് പറയണം, ഉമ്മച്ചി ഞാനും ഉണ്ട് നോമ്പ് നോൽക്കാനേന്ന്. അപ്പോൾ നമുക്ക് തന്നെ ക്ഷീണം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിള്ളേരെയും കൊണ്ട് എടുപ്പിക്കേണ്ട, സ്കൂളൊക്കെ ഉള്ളതല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എടുപ്പിച്ചില്ല. പിന്നെ അവൾ നിർബന്ധം പറഞ്ഞൊന്ന് എടുത്ത് നോക്കിയതാണ്. എന്തായാലും അൽഹംദുലില്ലാ അവൾ ആ നോമ്പ് ഫുള്ളാക്കിയിട്ടുണ്ട്. അപ്പം ഇന്ന് അവൾ എൻ്റെ കൂടെ ഇരുന്നങ്ങാണ്ട് നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ പറയട്ടോ. അപ്പം ഞാൻ അങ്ങനെ ചോദിക്കുകയാണ്, എങ്ങനെ ഉണ്ടായിരുന്നു നോമ്പേന്ന്. അപ്പോൾ അവൾ എന്നോട് പറയും, വെച്ച് നോമ്പല്ലേ, പെരുന്നാളൊന്നും അല്ലല്ലോ, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എന്ന് പറയാം. നോമ്പ് തുറക്കണ സമയമാകുന്നതിൻ്റെ മുന്നൊക്കെ ഉച്ചയ്ക്ക് എന്നോട് പറഞ്ഞു, എനിക്ക് നോമ്പ് തുറക്കുമ്പോൾ എന്താ അൽഫാമ് വേണം, പിന്നെ കുഴിമന്തി വേണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നോമ്പ് തുറന്നു കഴിഞ്ഞോട് വേക്ക് അവൾ ഇത്രയും കുടിച്ചപ്പോഴത്തേനും വയറ് നിറഞ്ഞു. അപ്പം ഞാൻ അവളോട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ഉമ്മച്ചിണ്ടാക്കിയ സ്പെഷ്യലായിട്ടുള്ള ഡ്രിങ്ക് എങ്ങനെയുണ്ട് ചോദിച്ചപ്പോൾ അവൾ അത് കുടിച്ചിട്ട് അഭിപ്രായം പറയട്ടോ, അടിപൊളിയാണെന്ന്. വെറുതെ പറയാം, എല്ലാം അടിപൊളിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളല്ലേ, നല്ല രസമുണ്ടായിരുന്നു. ഇക്കയാണെങ്കിലും കുടിച്ചിട്ട് നല്ലതാണ് പറഞ്ഞത്. മക്കളാണെങ്കിലും ഇവളും മറ്റവളൊക്കെ 2 ഗ്ലാസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും കുടിച്ചു നോക്കി, നല്ലതാട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും അവളും ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. അങ്ങനെ അവളിനോട് പറയാണ്, ഉമ്മച്ചി എന്നെ നാളെയും വിളിക്കണം കേട്ടോ നോമ്പ് നോൽക്കാനെന്ന്. അങ്ങനെയൊക്കെ സംസാരിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നമസ്കരിക്കാൻ നിന്നു കേട്ടോ, ഞാനും അവളും. പിന്നെ ഇതൊക്കെ കുടിച്ചപ്പോൾ തന്നെ എൻ്റെ അവളൊക്കെ വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 10 മണിയായപ്പോഴാണ് കേട്ടോ കഴിക്കുന്നത്. ദോശയുണ്ട്, പിന്നെ അതേ തേങ്ങ ചമ്മന്തി, ഞങ്ങളെ നാട്ടിൽ ചട്നി എന്ന് പറയും കേട്ടോ, മലപ്പുറം ഭാഗത്തൊക്കെ. പിന്നെ ഒരു ഗ്ലാസ് നല്ല കട്ടൻ ചായ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ നോമ്പും അൽഹംദുലില്ലാ റാഹത്തായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.